ഹലോ ഗൈസ്, അപ്പം നമുക്ക് എൻ്റെ ഒരു ഡേ കണ്ടാലോ. അപ്പം രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ത്രെഡ് ചെയ്യാനൊക്കെ ആയെന്ന് തോന്നിയത് കേട്ടോ. ഇന്ന് ഞാൻ എന്നത്തെക്കാളും നേരത്തെ ഇറങ്ങിയ ദിവസമാണ്. അപ്പോൾ നേരത്തെ ഓഫീസിൽ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. ബട്ട് ഈ ഒരു എൻ്റെ ഐബ്രോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ത്രെഡ് ചെയ്തിട്ട് പോകാമെന്നുള്ളത്. അതിനുള്ളൊരു ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ലുമിനസ് അല്ലേ ബ്യൂട്ടി പാർലറിൻ്റെ പേര്, യെസ് അതെന്നെ തോന്നുന്നു. അപ്പോൾ അവിടെ ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ പോയിട്ടുണ്ടായിരുന്നു. ത്രെഡിങ്ങും ക്ലീനപ്പും കൂടെ 299 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീനപ്പും കൂടെ ചെയ്യാമെന്നുള്ളത്. ഇടയ്ക്കൊക്കെ ഞാൻ ക്ലീനപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ആ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് പോകുമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. അധികം നേരമൊന്നും വെയിറ്റ് ചെയ്തില്ല, ഒരു 5 മിനിറ്റ് അവർ ഓപ്പൺ ആക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു ബാഗ് കണ്ടോ കേസ്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയൊരു സാധനമാണ്, റിട്ടേൺ ചെയ്തില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ക്ലീനപ്പൊക്കെ ചെയ്ത് മാസ്ക് ഇട്ട് കിടക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു 3/4 മണിക്കൂർ കൊണ്ട് പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എനിക്കിവിടെ നിറച്ച് പിമ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അവരെന്തൊക്കെയോ കാണിച്ചതാണ്. അതിങ്ങനെ കുറച്ചിങ്ങനെ തണർത്തിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അത് മാറും കേട്ടോ, സെറ്റാവും. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ണടയിൽ നോക്കിയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇനി ഓഫീസിൽ പോകാമെന്ന് വിചാരിച്ചു. ലേറ്റ് ആവാൻ പാടില്ലല്ലോ, 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം കേട്ടോ. പിന്നെ ആരും വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കൃത്യം 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല, അറിയാത്തവരുണ്ടെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ പേഴ്സണലായിട്ട് എന്നെ അറിയുന്നവർ തന്നെ പേഴ്സണലായിട്ട് എൻ്റെ നമ്പറൊക്കെ ഉള്ളവർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അല്ലാത്തവർ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയയ്ക്കുക. അല്ലാത്തവർ FBയിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് അയയ്ക്കുക. എവിടെയാണ് വർക്ക് ചെയ്യണത്, എന്താണ് അവിടെ വർക്ക്, അങ്ങനെ എൻ്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, അതിനല്ലേ കേസ് നമുക്കിതിന് കമൻറ്റ് ബോക്സ്, അതിലോട്ട് കമൻറ്റ് ചെയ്താൽ പോരെ. ഞാൻ അതൊരു ടോപ്പിക്കാക്കിയിട്ട് അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യില്ലേ, എന്തിനാണ് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ എനിക്കും കണ്ടൻ്റ് ആവും, നിങ്ങൾക്ക് അതിനുള്ളൊരു മറുപടി ആവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഒരു കമൻറ്റ് പോലും വരുന്നില്ല കേസ്. എൻ്റെ ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യുന്നത് നേരെ ഇതിലാണ്ട് ടൈപ്പ് ചെയ്താൽ പോരെ, കാര്യം കഴിയില്ലേ. അപ്പോൾ ഇന്ന് കമ്പ്യൂട്ടറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട വർക്കുകളൊന്നും ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതങ്ങനെ ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്, ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അന്ന് ഞാനൊരു ട്രെൻഡ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഈ ഷർട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സ്. അതിനുശേഷം ഞാനൊരു ക്ലാസ് കാണായിരുന്നു കേട്ടോ. ഒരു ക്ലാസ് എനിക്ക് കാണാനുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് അതിൻ്റെ നോട്ടൊക്കെ എഴുതിയെടുക്കുകയാണ് അടുത്ത പരിപാടി. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയണം, അത് പഠിച്ചു കഴിഞ്ഞാലാണ്, അതിനെക്കുറിച്ചുള്ളൊരറിവ് നമുക്ക് കിട്ടിയാലാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചിരിക്കണം. ഇവിടെ എനിക്ക് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ ക്ലാസ് ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു 1.5 സ്പീഡിലൊക്കെ ഇട്ടിട്ട് ഇരുന്ന് കാണുകയാണ്. എനിക്ക് വേണ്ടത് മാത്രം ഞാൻ നോട്ട് ചെയ്തെടുക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക്, കാരണം ഞാനായിട്ട് ബന്ധമില്ലാത്ത കാരണം നമ്മൾ ഇത്രയും കാലം ഇടപഴകാത്ത അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാത്തൊരു സംഭവം നമുക്ക് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോമുകൾ ഉള്ളതുകൊണ്ടേ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചായ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു, ഒന്നും കൂടെ ഉഷാറായിട്ട് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നതോടുകൂടി ഈ വീഡിയോ അവസാനിക്കും. കാരണം വീട്ടിലെത്തിയ ആകെക്കൂടെ ഒരു ജഗപ്പുക ആണ്. കാരണം എൻ്റെ പീലിക്കുട്ടീനെ എനിക്ക് കെയർ ചെയ്യണം, ദിച്ചുവിൻ്റെ കാര്യങ്ങൾ നോക്കണം, എൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ബിസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ കേട്ടോ. പിന്നെ അതൊരു ഗ്യാപ്പ് വന്നു. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതും ഒന്നും കൂടെ ബിസി ലൈഫ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നും കൂടെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു 9 മണി മുതൽ ഞാൻ പിന്നെ ഫ്രീ ആണ്. ഉറക്കം വരണ്ടേ, കടന്നിട്ട് കാര്യമില്ല, ഉറക്കം വരില്ലല്ലോ. അപ്പോൾ അതുവരെ എനിക്ക് എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിനോടുള്ളൊരു ഇഷ്ടം ഒക്കെ കൂടെ കണ്ടാണ് ഞാൻ ഓക്കെ ഇനി വീഡിയോസ് എടുത്ത് തുടങ്ങാം
ഈ ജോലി തിരക്കിൻ്റെ ഇടയിലൊന്നും വിചാരിച്ചത്. വീട്ടിലത്തെ കാര്യങ്ങളും ജോലിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ബിസിയുടെ ആയിരിക്കും. അപ്പോൾ 9 മണിക്ക് നമ്മൾ കടന്നാലും ഉറക്കം വരില്ലല്ലോ. റീൽസുകൾ കണ്ട് ജീവിതം തള്ളി നിൽക്കുന്നതിനേക്കാളും നല്ലതല്ലേ വ്ളോഗൊക്കെ ചെയ്ത് എനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്ത് നമ്മുടെ സമയം കളയുന്നത് എന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. അതെൻ്റെ ഒരു ശീലമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 4 പുറവും കണ്ണാടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമാണ്. ഇവിടെ വന്നാലും നല്ല ഹാപ്പിയാണ്. എവിടെ നോക്കിയാലും എന്നെ കാണാം. ഇത് കാണുന്നവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, എന്നെപ്പോലുള്ളവർക്ക് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഒരു ഡേ കഴിയാൻ പോവാണ്. എൻ്റെ ഡേ മാത്രമാണ് കേട്ടോ. പിന്നെ കുറേ പേർക്ക് ഫീലിക്കുട്ടിയുടെ വീഡിയോസാണ് ഇഷ്ടം, എനിക്കറിയാം കേട്ടോ. കുറേ കുട്ടീസൊക്കെ കാണുന്നതാണ്. കുറേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വ്യൂസ് എന്ന് പറഞ്ഞാൽ 1000, ഏറിപ്പോയ 2000 അത്രയ്ക്കുള്ളൂ. പക്ഷേ അതന്നെ എനിക്ക് ഭയങ്കര പൊലിവുള്ളൊരു കാര്യമാണ് കേട്ടോ. ഷോർട്സിലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് വരിക ലോങ് വീഡിയോനെ അപേക്ഷിച്ച്. പക്ഷേ ലോങ് വീഡിയോസിലൊരു 100 പേര് കണ്ടാൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അന്ന് എനിക്ക് ഭയങ്കര പൊലിവായിരിക്കും. അപ്പോൾ എന്തായാലും വണ്ടിയത്തെ എണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ വീട്ടിൽ പോട്ടെ. അപ്പോൾ ഓക്കെ, ബായ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.